തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ വിധിയാണ് തിരുവനന്തപുരത്ത് നിന്നും വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാർ ഇവാനിയസ് കോളേജിന് സമീപത്താണ്. ഇവിടെ പല വാർഡുകളിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ആ സ്ഥാനാർത്ഥികളുടെ വാശിയേറിയ പോരാട്ടം കഴിഞ്ഞതിന് ശേഷം അവരുടെ ചെറിയൊരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഈ വിജയത്തിൻ്റെ ഇത് UDFിൻ്റെ വിജയമാണ്. തീർച്ചയായിട്ടും നാലാഞ്ചിറ വാർഡാണ്. നാലാഞ്ചിറയിൽ മുൻ കൗൺസിലറായിരുന്നു ഞാൻ. നാലാഞ്ചിറ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ നൽകിയ സ്നേഹം അത് അവർ ഇരട്ടിയായിട്ട് നന്ദിയായിട്ട് എനിക്ക് തിരിച്ചു തന്നതാണ്. ഒപ്പം എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് പ്രവർത്തിച്ച വാർഡിലെ സഹപ്രവർത്തകർ, ജനങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹം, നല്ല ഒരു 822ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ വാർഡായിരുന്നു നാലാഞ്ചിറ. എങ്കിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിച്ചു. ഒത്തിരി 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 നന്ദി. ജനങ്ങൾ ഏത് തരത്തിലുള്ള അവർ എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, അവർ ഏറെക്കുറെ ഒരു നല്ല പ്രതീക്ഷ, ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം എന്ന് അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന ഒരു കൗൺസിലറായിട്ട് ഞാൻ തുടർന്നും അവരോടൊപ്പം ഈ 5 വർഷക്കാലം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവർക്കും.
വാർഡുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു വാർഡാണ് ഞാൻ പ്രതിനിധാനം ചെയ്ത വാർഡ്. അവിടെ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ LDF ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് റിസൾട്ട് പൂർണ്ണമായിട്ട് വരട്ടെ. എന്തായിരുന്നാലും മോശമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. റിസൾട്ട് പൂർണ്ണമായി വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാം. തീർച്ചയായിട്ടും LDF ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സീറ്റുകൾ ജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും നോക്കിയതിന് ശേഷം ചെയ്യും. 45 വർഷമായിട്ടുള്ള അഴിമതി ജനങ്ങൾ സഹിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവ്, കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രതിപക്ഷം എന്നുള്ള നടത്തിയ പോരാട്ടം, ഇതൊക്കെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 50 സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് കോർപ്പറേഷൻ അടക്കി ഭരിക്കാൻ ഒരുങ്ങുകയാണ് BJPക്ക് 50 സീറ്റുകളാണ് നിലനിർത്തിയെങ്കിൽ LDF 29, UDF 19, ബാക്കി 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്.